രണ്ട് രാജാക്കന്മാർ അധ്യായം 3. ഇസ്രായേലും മൊവാബ്യരും തമ്മിൽ യുദ്ധം. യൂദ രാജാവായ യഹോഷാഫാത്തിന്റെ 18-ാം ഭരണവർഷം ആഹാബിന്റെ മകൻ യോറാം സമരിയായിൽ ഇസ്രായേൽ രാജാവായി. അവൻ 12 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല. പിതാവുണ്ടാക്കിയ ബാൽ സ്തംഭം അവൻ എടുത്തു കളഞ്ഞു. നെബാത്തിന്റെ മകൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപം അവനും ആവർത്തിച്ചു. അതിൽ നിന്ന് പിന്മാറിയില്ല. മൊവാബ് രാജാവായ മേഷായിക്ക് ധാരാളം ആടുകളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളും 100,000 മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു. ആഹാബ് മരിച്ചപ്പോൾ മൊവാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു. അപ്പോൾ യോറാം രാജാവ് സമരിയായിൽ നിന്നു വന്ന് ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി. അവൻ യൂദാ രാജാവായ യഹോഷാഫാത്തിന് സന്ദേശമയച്ചു: മൊവാബ് രാജാവ് എന്നെ എതിർക്കുന്നു. അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ? അവൻ പറഞ്ഞു: ഞാൻ വരാം. ഞാൻ നിന്നെപ്പോലെയും എൻ്റെ ജനം നിന്റെ ജനം പോലെയും എൻ്റെ കുതിരകൾ നിന്റെ കുതിരകൾ പോലെയും ആണ്. അവൻ ചോദിച്ചു: ഏതു വഴിക്കാണ് നാം നീങ്ങേണ്ടത്? യോറാം പറഞ്ഞു: ഏദോം മരുഭൂമിയിലൂടെ പോകാം. അങ്ങനെ യൂദാ രാജാവിനോടും ഏദോം രാജാവിനോടും കൂടെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു. വളഞ്ഞ വഴിക്കുള്ള 7 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം ഇല്ലാതായി. ഇസ്രായേൽ രാജാവ് പറഞ്ഞു: കഷ്ടം! കർത്താവ് ഈ 3 രാജാക്കന്മാരെയും മൊവാബ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വിളിച്ചിരിക്കുന്നല്ലോ. യഹോഷാഫാത്ത് ചോദിച്ചു: കർത്താവിന്റെ ഹിതമാരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെയില്ലേ? ഇസ്രായേൽ രാജാവിന്റെ ഒരു സേവകൻ പറഞ്ഞു: ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷ ഉണ്ട്. യഹോഷാഫാത്ത് പറഞ്ഞു: കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട്. ഇസ്രായേൽ രാജാവും യഹോഷാഫാത്തും ഏദോം രാജാവും അവന്റെ അടുത്തേക്ക് പോയി. എലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു: നിനക്ക് എന്തിനാണ് എൻ്റെ സഹായം? നിന്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ. എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു: ഇല്ല, ഈ 3 രാജാക്കന്മാരെ മൊവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നത് കർത്താവാണ്. എലീഷ പറഞ്ഞു: ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണേ, യൂദാ രാജാവായ യഹോഷാഫാത്തിനെ പ്രതി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി എലീഷായുടെ മേൽ ആവസിച്ചു. അവൻ പറഞ്ഞു: കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. അവിടുന്ന് മൊവാബ്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. സുശക്ത നഗരങ്ങളും മുന്തിയ പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും. ഫലവൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടി വീഴ്ത്തും. നീരൊഴുക്കുകൾ തടയും. നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും. പിറ്റേ ദിവസം പ്രഭാത ബലിക്ക് സമയമായപ്പോൾ ഏദോം ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടം നിറഞ്ഞു. തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട് മൊവാബ്യർ പ്രായഭേദമന്യേ യുദ്ധശേഷിയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തിയിൽ അണിനിരത്തി. മൊവാബ്യർ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു. അത് രക്തം പോലെ ചെമന്നിരുന്നു. അവർ പറഞ്ഞു: ഇത് രക്തമാണ്. രാജാക്കന്മാർ യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു. മൊവാബ്യരെ നമുക്ക് കൊള്ളയടിക്കാം. മൊവാബ്യർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി. ഓടിപ്പോയവരെ പിന്തുടർന്നു കൊന്നു. അവർ നഗരങ്ങൾ തകർക്കുകയും നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും ചെയ്തു. നീരൊഴുക്കുകൾ തടഞ്ഞു. ഫലവൃക്ഷങ്ങൾ വെട്ടിവീഴ്ത്തി. അങ്ങനെ കീർ ഹരേസേത്ത് കൽക്കൂമ്പാരമായി. കവിണക്കാർ അതിനെ വളഞ്ഞു കീഴടക്കി. യുദ്ധം പ്രതികൂലമെന്നു കണ്ട മൊവാബ് രാജാവ് 700 ഖഡ്ഗധാരികളെയും കൊണ്ട് ഏദോം രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി. എന്നാൽ സാധിച്ചില്ല. കിരീടാവകാശിയായ മൂത്ത പുത്രനെ അവൻ മതിലിന്മേൽ ദഹനബലിയായി അർപ്പിച്ചു. സംഭീതരായ ഇസ്രായേലിയർ അവനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങി. 2 രാജാക്കന്മാർ അധ്യായം 4. വിധവയുടെ എണ്ണ. പ്രവാചക ഗണത്തിൽ ഒരുവന്റെ ഭാര്യ എലീഷായോട് പറഞ്ഞു: അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ.
അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. എലീഷ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറയുക, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്തു കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക. നിറയുന്നത് മാറ്റിവയ്ക്കുക. അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്തു വിളിച്ച് വാതിലടച്ചു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരുക എന്നു പറഞ്ഞു. ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്കു നിലച്ചു. അവൾ ദൈവപുരുഷന്റെ അടുത്തു ചെന്ന് വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക. ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക. ശൂനേംകാരിയുടെ മകൻ. ഒരിക്കൽ എലീഷ ശൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇതിലെ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ്. നമുക്ക് മട്ടുപ്പാവിൽ ചെറിയ ഒരു മുറിയുണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം. വരുമ്പോഴൊക്കെ അവന് അവിടെ വിശ്രമിക്കാമല്ലോ. ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ശൂനേംകാരിയെ വിളിക്കാൻ അവൻ തൻ്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു. അവൻ വിളിച്ചപ്പോൾ അവൾ വന്ന് മുൻപിൽ നിന്നു. എലീഷ ഭൃത്യനോട് പറഞ്ഞു, അവളോട് പറയുക, നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി. ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? രാജാവിനോടോ സൈന്യാധിപനോടോ ശുപാർശ ചെയ്യണമോ? അവൾ പറഞ്ഞു, ഞാൻ വസിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കൂടെയാണ്. എലീഷ പറഞ്ഞു, അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഗഹസി പറഞ്ഞു, അവൾക്കു മക്കളില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു, അവളെ വിളിക്കുക. വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. എലീഷ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും. അവൾ പറഞ്ഞു, ഇല്ല ദൈവപുരുഷ, പ്രഭോ, ഈ ദാസിയോട് വ്യാജം പറയരുതേ. എലീഷ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. കുട്ടി വളർന്നു. ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, അയ്യോ, എൻ്റെ തല വേദനിക്കുന്നു. പിതാവ് ഭൃത്യനോട് പറഞ്ഞു, അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കൂ. അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കൽ ആക്കി. ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിൽ ഇരുന്നു. പിന്നെ അവൻ മരിച്ചു. അവൾ അവനെ മുകളിൽ കൊണ്ടുചെന്ന് ദൈവപുരുഷന്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ച് പുറത്തു പോന്നു. അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, ഒരു വേലക്കാരനെയും കഴുതയെയും ഇങ്ങോട്ടയക്കുക. ഞാൻ വേഗം പോയി ദൈവപുരുഷനെ കണ്ടുവരട്ടെ. അവൻ ചോദിച്ചു, നീ ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോകുന്നതെന്തിന്? ഇന്ന് അമാവാസിയോ സാപത്തോ അല്ലല്ലോ. അവൾ പറഞ്ഞു, നന്മ ഭവിക്കും. കഴുതയ്ക്ക് ജീനിയിട്ടതിനു ശേഷം അവൾ ഭൃത്യനോട് പറഞ്ഞു, വേഗം ഓടിക്കുക. ഞാൻ പറയാതെ വേഗം കുറയ്ക്കരുത്. അവൾ കാർമൽ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി. അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു, അതാ ശൂനേംകാരി. ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ച് അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ എന്ന് അന്വേഷിക്കുക. സുഖം തന്നെ, അവൾ പറഞ്ഞു. അവൾ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി അവൻ്റെ പാദങ്ങളിൽ പിടിച്ചു. അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി മുൻപോട്ട് വന്നു. എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു, അവളെ തടയരുത്, അവൾ കഠിന ദുഃഖത്തിലാണ്. കർത്താവ് അത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, എന്നെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു, പ്രഭോ, ഞാൻ അങ്ങയോട് പുത്രനെ ആവശ്യപ്പെട്ടോ? എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അവൻ ഗഹസിയോട് പറഞ്ഞു, അരപ്പട്ട ധരിച്ച് എൻ്റെ വടിയും എടുത്തു ചെല്ലുക. വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത്. ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയുമരുത്. എൻ്റെ വടി കുട്ടിയുടെ മുഖത്തു വയ്ക്കുക. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല. അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു. ഗഹസി മുൻപേ പോയി വടി കുട്ടിയുടെ മുഖത്തു വെച്ചു. എന്നാൽ അനക്കമോ ജീവന്റെ ലക്ഷണമോ ഉണ്ടായില്ല. അവൻ മടങ്ങി വന്ന് എലീഷായോട് കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു. എലീഷ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ ഉള്ളിൽ കിടന്ന് വാതിലടച്ചു. മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി. എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം കിടക്കയിൽ കയറി തൻ്റെ വായ് കുട്ടിയുടെ വായോടും
തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കിടന്നു. അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി. എലീഷ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു. വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു. കുട്ടി 7 പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണു തുറന്നു. എലീഷ ഗഹസിയോട് ശൂനേംകാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവൻ വിളിച്ചു. അവൾ വന്നു. എലീഷ അവളോട് പറഞ്ഞു, നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക. അവൾ അവൻ്റെ പാദത്തിങ്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. വിഷം കലർന്ന ഭക്ഷണം. എലീഷ വീണ്ടും ഗിൽഗാലിൽ എത്തി. അവിടെ ക്ഷാമമായിരുന്നു. പ്രവാചകഗണം മുൻപിലിരിക്കെ അവൻ ഭൃത്യനോട് പറഞ്ഞു, പ്രവാചകഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക. അവരിൽ ഒരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും ചെയ്തു. അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിലിട്ടു. അനന്തരം അവിയൽ വിളമ്പി. ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു, ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. അവർക്കു ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. എലീഷ പറഞ്ഞു, കുറച്ച് മാവ് കൊണ്ടുവരിക. അവൻ മാവ് പാത്രത്തിൽ ഇട്ടതിനു ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാം എന്ന് പറഞ്ഞു. അപകടം നീങ്ങിയിരുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്നു. ബാൽ ഷാലിഷായിൽ നിന്ന് ഒരാൾ ആദ്യ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും 20 ബാർലി അപ്പവും കുറെ പുതിയ ധാന്യക്കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു. അപ്പോൾ എലീഷ പറഞ്ഞു, അത് ഇവർക്ക് കൊടുക്കുക, ഇവർ ഭക്ഷിക്കട്ടെ. ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവയ്ക്കും? അവൻ ആവർത്തിച്ചു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരുകയും ചെയ്യും. ഭൃത്യൻ അത് അവർക്ക് വിളമ്പി. കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു, മിച്ചം വരുകയും ചെയ്തു.